ഒരു ദിവസം കടയിൽ നിന്ന് വാങ്ങിയ അച്ചാർ കഴിച്ചപ്പോൾ കേട്ടോ ഇതിൻ്റെ വിവരം പറയുന്നത് നമ്മളെ ഓർക്കാപ്പുളി വെച്ചിട്ടാണ് നല്ലൊരു പുളിയിഞ്ചി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇത് തപ്പിപ്പിടിച്ച് ഇവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവനെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലിടാം കേട്ടോ. കുക്കറിൽ 2 ശർക്കരയും 3-4 ശർക്കരയും ഒക്കെ ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് കുക്കറിലിട്ട് ഒരു 1-2 വിസിലടിപ്പിച്ചാൽ മതി. അപ്പത്തന്നെ ഒന്ന് ആയി കിട്ടും കേട്ടോ. ഇത് സാധാരണ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ്. പുളിക്ക് പകരം ഊർക്കപ്പുളിയായി എന്നതേ ഉള്ളൂ. അപ്പോൾ ദേ അങ്ങനെ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതായിട്ടും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിൽ കടുകും ഉലുവയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ സാധാ പുളിയിഞ്ചി ഉണ്ടാക്കണ പോലെ തന്നെ വാട്ടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അറിയത്തില്ല, കുറച്ച് വെള്ളം കൂടിപ്പോയി. എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കുറേ ആയി അന്വേഷിക്കണേ, ഇപ്പോഴാണ് ഓർക്കാപ്പുളി കിട്ടി. അപ്പോൾ ഇതേ അതിലേക്ക് ഇനി അത് കുഴച്ച് കൊടുത്തൊന്ന് കുറുകി വന്നിട്ട് ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ടോ വാങ്ങി വെക്കാവേ. അപ്പോൾ തന്നെ പുളിയിഞ്ചി റെഡി.